സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നിരവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞാണ് പണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ വന്നതിന് ശേഷം ആ പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അവർ അതിവേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഉടനെ പി സരിൻ്റെ ഒരു വാർത്താസമ്മേളനം ഉണ്ടാവുകയും പി സരിൻ 48 മണിക്കൂറുകൾ കൊണ്ട് CPM-ൻ്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്ന ഒരു അടി കോൺഗ്രസിന് കിട്ടിയിരുന്നു. പക്ഷേ ആ അടിയിൽ നിന്ന് കോൺഗ്രസ് കരകയറിയത് അല്ലെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുത്തത് സന്ദീപ് വാര്യർ പോലെയുള്ള ഒരാളെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. അതും ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. അത് വളരെ ആകസ്മികമായിരുന്നു. പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പകരം അതിരാവിലെയാണ് വളരെ നാടകീയമായിട്ട് ഏതാണ്ട് സന്ദീപ് വാര്യർ വന്നതിന് 1 മണിക്കൂർ മുമ്പാണ് മാധ്യമങ്ങൾക്കെല്ലാം അതൊരു ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കാൻ കഴിഞ്ഞത്. ഒരു പത്രസമ്മേളനത്തേക്ക് സന്ദീപ് വാര്യർ പെട്ടെന്ന് കടന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ തോതിലുള്ള കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം BJP പരിശീലിക്കുന്ന അല്ലെങ്കിൽ BJP ഇതുവരെ കാണിച്ചു തന്നിട്ടുള്ള ലെവലിലുള്ള ഒരു തന്ത്രജ്ഞതയായിരുന്നു ആ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് സന്ദീപ് വാര്യർക്ക് KPCCയുടെ ഭാരവാഹിത്വം കിട്ടുന്നു. മിക്കവാറും KPCCക്ക് നമുക്കറിയാം കാക്കത്തൊള്ളായിരം ഭാരവാഹികളുണ്ട്. പക്ഷേ അതുപോലെ ആയിരിക്കില്ല. ഒരുപക്ഷെ ഒരു ജനറൽ സെക്രട്ടറി പദവിയെങ്കിലും കിട്ടിയേക്കാം. ഇനി അതല്ലെങ്കിൽ പോലും ഏത് ഭാരവാഹിത്വം കിട്ടിയാലും കുറേ കൂടി ഉയർന്ന പരിഗണനയും ആ നേതാക്കളുടെയൊക്കെ ഒരു വാത്സല്യഭാചനമായി കൂടി സന്ദീപ് വാര്യർ മാറുന്നു എന്നുള്ളത് നമ്മൾ ഈ അടുത്തിടെ കണ്ടു. കാരണം വന്ദേ ഭാരത് ട്രെയിനിൽ VD സതീശനും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ സന്ദീപ് വാര്യരും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ളൊരു പരിഗണന അവർ സന്ദീപ് വാര്യർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ AIC നേതൃത്വവുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നു. കൂടാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഷൊർണൂരിൽ നിന്നോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തു നിന്നോ, ഷൊർണൂരിൽ നിന്നായിരിക്കും മഹാഭൂരിപക്ഷവും സാധ്യത, അത്തരത്തിൽ അദ്ദേഹം മത്സര രംഗത്തുകൂടി ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരിഗണന കോൺഗ്രസ് നൽകുന്നതിലൂടെ കോൺഗ്രസ് BJPയിലെ നേതാക്കന്മാർക്ക്, അസംതൃപ്തരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ, നിങ്ങൾക്ക് കുറേ കൂടി വലിയ സ്ഥാനമാനങ്ങളും കുറേ കൂടി ഉയർന്ന പരിഗണനയും കിട്ടും, നിങ്ങൾ അവിടെ ഇട്ട് BJPക്കകത്ത് തന്നെ എന്ന് ചവിട്ടും കൊത്തുമൊക്കെ ആയിട്ട് നിൽക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കാനും, കൂടാതെ അത്തരത്തിൽ അവിടെ അസംതൃപ്തരായിട്ടുള്ള നേതാക്കളുടെ ഒരു വലിയ വിഭാഗത്തെ തന്നെ കോൺഗ്രസിലേക്ക് അടർത്തിയെടുക്കാനുമാണ് കോൺഗ്രസ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും കോൺഗ്രസിനെയും CPM-നെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് 11 സ്ഥലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് വരികയും ഏതാണ്ട് 9ഓളം സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കെ കോൺഗ്രസ് BJPക്കകത്തെ ഒരു അസംതൃപ്തരാണ് മിക്കവാറും അണികളുടെ അടക്കം അനുഭാവികളുടെ അടക്കമൊക്കെ വലിയ തോതിൽ ഫാൻ ബേസ് ഉള്ള ആളുകളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താൽക്കാലികമായി ഇപ്പോൾ കെ സുരേന്ദ്രനുമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കെ സുരേന്ദ്രനുമായി ഒരു യോജിപ്പിലെത്തുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് അടുത്ത തവണ കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു MLA ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എന്ന് പറഞ്ഞാൽ BJPയിൽ നിന്നാൽ ഒരു MLA ആകാൻ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ ഒരുപക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായി ഒരു MLA സ്ഥാനത്തിലേക്ക് എത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് അതിവേഗം സാധിക്കും. അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ നിരവധി ഇത്തരപോലെ അസംതൃപ്തരായിട്ടുള്ള അല്ലെങ്കിൽ BJP നേതൃത്വത്താൽ തഴയപ്പെട്ട ആളുകളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാനം സന്ദീപ് വാര്യർക്ക് കൊടുക്കുന്നത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഈ 1.5 കൊല്ലത്തേക്ക് കോൺഗ്രസ് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് നിങ്ങൾ ഈ ഏറ്റവും ആദ്യമേ തന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടത്തരക്കാരായ നേതാക്കൾ BJPക്കുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തന്നെ ഇങ്ങോട്ട് സമാഹരിക്കാനും, അതിനേക്കാൾ വലിയ കാര്യമെന്ന് പറയുന്നത് 2026 നിയമസഭയിലേക്ക് തീർച്ചയായിട്ടും എത്തണമെങ്കിൽ BJPയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ കൂടി തിരിച്ചു പിടിക്കണമെന്നും അതിന് BJPയിലുള്ള അസംതൃപ്തരായിട്ടുള്ള ആളുകളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും അതുവഴി ഒരു വലിയ ജനവിഭാഗത്തെ തന്നെ തിരികെ വോട്ടാക്കി മാറ്റാൻ കഴിയണമെന്നും, അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് അടുത്ത തവണ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ എന്നുള്ള കൃത്യമായ വിലയിരുത്തലാണ് VD സതീശനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇതിനുവേണ്ടി നേരത്തെ തന്നെ MLA-മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ തന്നെ ഈ സന്ദീപ് വാര്യരോട് ഏതെങ്കിലും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാൻ കൂടി പറയും. കൂടാതെ
സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു മുഖമായി കൂടി സന്ദീപ് വാര്യർ മാറും. അങ്ങനെ സന്ദീപ് വാര്യർ മാറുമ്പോൾ ബി ജെ പിയിൽ സന്ദീപ് വാര്യരേക്കാൾ മുകളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിരവധി നേതാക്കൾ കെ സുരേന്ദ്രനേക്കാളൊക്കെ പരിഗണിക്കപ്പെടാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിഗണിക്കപ്പെടാതെ നിൽക്കുന്നവർക്ക് കൂടി ഒരു വലിയ അവസരമായി, വലിയ സാധ്യതകളായി കോൺഗ്രസ് ഒരു വാതിൽ തുറന്നിടുന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യർക്ക് കൊടുക്കുന്ന സീറ്റിലൂടെയും സന്ദീപ് വാര്യർക്ക് കൊടുക്കാൻ പോകുന്ന പരിഗണനയിലൂടെയും ഒക്കെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ കൊണ്ടു നടന്നതും അദ്ദേഹത്തെ കൂടെ നിർത്തിയതുമെല്ലാം തന്നെ വി ഡി സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ള ഗ്രൂപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ സമവാക്യത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പിൻ്റെ പിൻബലവും കൂടി, അതായത് എ ഗ്രൂപ്പും പഴയ ഐ ഗ്രൂപ്പിൻ്റെയും ഒക്കെ ഏതാനും ഘടകങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു വലിയ പിൻബലം കൂടി സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്നു എന്നുള്ളതും അതിന് വലിയ തോതിലുള്ള അനുഗ്രഹാശിസുകൾ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡിൻ്റെ അടുത്തുനിന്നും കൂടാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെ അടുത്തുനിന്നും പോലും ഒരു പച്ചക്കൊടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത 1.5 കൊല്ലം കൊണ്ട് നിരവധി ബി ജെ പി നേതാക്കന്മാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായിട്ടും ഒരു സന്ദേശമായിട്ടുമാണ് ഈ പറയുന്ന നമ്മുടെ സന്ദീപ് വാര്യരെ അവർ കാണുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, പലപ്പോഴും ബി ജെ പിയിലേക്ക് നിരവധി വലിയ വലിയ ആളുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഡി ജി പിമാർ പോയിട്ടുണ്ട്, പ്രമുഖരായിട്ടുള്ള ജേക്കബ് തോമസിനെ പോലെയുള്ള IAS പോയിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ ബി ജെ പി ഒരു കാലത്തും സാംസ്കാരിക നായകരടക്കം ഇത്തരത്തിലുള്ള IAS IPS ആളുകളടക്കം ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനോ അവരെ ഒന്നും യൂട്ടിലൈസ് ചെയ്യാനോ ഉപയോഗപ്പെടുത്താനോ ഒന്നും ഒരു കാരണവശാലും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. ഈവൺ അൽഫോൺസ് കണ്ണന്താനം പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ KS രാധാകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു, 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സംസ്ഥാനത്തെ ഏതോ ഭാരവാഹിത്വത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ അസംതൃപ്തരായ പലപ്പോഴും ബി ജെ പിക്കുള്ളിലെ രൂക്ഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോരുകളിൽ പൊറുതുപൊട്ടിയിട്ടുള്ള ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അങ്ങേയറ്റത്തൊരു സ്ട്രാറ്റജിയാണ് സന്ദീപ് വാര്യരിലൂടെ വി ഡി സതീശൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം 2026 നിയമസഭയിലേക്കുള്ള ഒരു ചേസ് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മുഖ്യമന്ത്രിയാകണമെങ്കിൽ നിരവധി MLA ഇതുപോലെ സൃഷ്ടിച്ചേ പറ്റുമെന്ന്. അങ്ങനെ പട്ടിക സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള വോട്ടുകളടക്കം അതുപോലെ തന്നെ ബി ജെ പിയുടെ വളർച്ചയടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിയമസഭകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. സാധാരണ ലോക്സഭയിലേക്ക് നിരവധി വോട്ടുകൾ അങ്ങോട്ട് പോയാലും നിയമസഭ എത്തുമ്പോൾ അത് തിരിച്ചു വരാറുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വോട്ടുകൾ കൂടി ബി ജെ പിക്കുള്ളിൽ സ്പ്ലിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് തിരികെ കൊണ്ടുവരണമെന്ന് പറയുന്ന കാഴ്ചപ്പാടിലാണ് സന്ദീപ് വാര്യരെ ഇത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. മിക്കവാറും ശോഭാ സുരേന്ദ്രനുമായി പോലും ചർച്ച നടത്താനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത തവണ ഒരു ഷുവർ സീറ്റ് തന്നെ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ജനപ്രിയരായിട്ടുള്ള നിരവധി ബി ജെ പിയുടെ നേതാക്കന്മാരെ അവർക്ക് നഷ്ടപ്പെടുകയും കോൺഗ്രസ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ കേരളത്തിൽ ശക്തിപ്പെടാനുമുള്ള സാധ്യതകളുണ്ട്. ഇതിനെ തടയിടാൻ എന്താണ് ബി ജെ പിയും അതിൻ്റെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള തന്ത്രത്തിന്, സ്ട്രാറ്റജിക്ക് വലിയ പ്രാധാന്യമുണ്ട് അടുത്ത 1.5 കൊല്ലത്തിനകം നടപ്പിലാക്കുന്നതിൽ. പ്രത്യേകിച്ചും ഈ പറയുന്ന 2025 സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് മീഡിയം ലെവലിലുള്ള നേതാക്കൾ ബി ജെ പിയിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ കൂടി മിക്കവാറും കോൺഗ്രസിലേക്ക് എത്തിപ്പെടാൻ സാധ്യതകളുണ്ട്. അതിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനും ഉണ്ടായേക്കാം.